നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ ആളുകളെ ഉപയോഗിക്കാറുണ്ടോ? ഇത്തിരി കാര്യമായിട്ട് ചിന്തിക്കണം. ചിലപ്പോ വളരെ സട്ടിലായി നീ അത് ചെയ്യുന്നു കാണും. കരഞ്ഞുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും പരിഭവപ്പെട്ടുകൊണ്ടും ഒക്കെ നിന്റെ കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെങ്കിൽ നീ ഒരു നല്ല ക്രിസ്ത്യാനിയാകുമോ? ഇനി സദുക്കായരുടെ ചോദ്യം ശ്രദ്ധിക്കാം. ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കഥ അവർ പറയുന്നു. 7 സഹോദരങ്ങൾ മാറി മാറി വിവാഹം ചെയ്ത ഒരു സ്ത്രീ. അവരുടെ രീതി അതാണ്, വിവാഹിതയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് മക്കളില്ലാണ്ട് മരിച്ചാൽ ആ ആളുടെ സഹോദരൻ അവളെ വിവാഹം ചെയ്യണം. അങ്ങനെ 7 പേർ വിവാഹം ചെയ്തു. 7 സഹോദരങ്ങൾ, 7 പേരും മക്കളില്ലാണ്ട് മരിച്ചു. സദുക്കായർ ചോദിക്കുന്നു, റബ്ബി, നീ പറയുന്നു ഉത്ഥാനമുണ്ട് എന്ന്, മരിച്ചവർ ഉയിർക്കുമെന്ന്. ഞങ്ങളതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ നീ പറയുന്നത് പോലെ ഉയിർപ്പുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും? 7 സഹോദരങ്ങളുടെ ഭാര്യയായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവളാണ്. അവരുടെ ചോദ്യത്തിലുണ്ട് എന്താ? ഈ സ്ത്രീയെ അവരൊരു വസ്തുവായിട്ടാ കരുതുക. 7 പേരുടെ സ്വന്തമായിരുന്ന ഒരു വസ്തു പോലെ. സ്ത്രീകളെ വസ്തുക്കളായി കരുതുന്ന ഒരു സമൂഹത്തിന്റെ പാളിപ്പോയ ചിന്തകളുടെ ഒരു പ്രതിഫലനം ഇതിലുണ്ട്. ഈശോ പറയുന്നു, ഉത്ഥാനത്തിൽ അവൾ ആരുടെയും ഭാര്യ ആയിരിക്കില്ല, ആരുടെയും സ്വത്തായിരിക്കില്ല. ഷി വിൽ നോട്ട് ബി ലൈക്ക് ആൻ ഒബ്ജക്റ്റ്. കാരണം അവൾ ഒരു മാലാഖ ആയിരിക്കും. ഉയർത്തെഴുന്നേൽക്കുന്നവരെല്ലാവരും മാലാഖമാരെ പോലെ ആയിരിക്കും. നമ്മൾ ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിൽ സ്ഥിതരെ പോലെ ജീവിക്കേണ്ടവരാണ്. വി ആർ ഈസ്റ്റർ ക്രിസ്ത്യൻസ്. അങ്ങനെങ്കിൽ ആളുകളെ വസ്തുക്കളായി കരുതാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ കാര്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കാൻ നമുക്കാകുമോ? അവരും മാലാഖമാരാണ്. നിന്റെ വീട്ടിൽ എത്ര മാലാഖയുണ്ട്?